ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹകരമായ ഒന്നാണ്. ദൈവവചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വായിച്ചതിന് ശേഷം അതിലെ സത്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നാം അതിനെ ചിന്തിക്കുമ്പോൾ, അതിനെ ഉരുവിടുമ്പോൾ, അതിനെ അംഗീകരിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് ധ്യാനമായും മനസ്സിന് ചൈതന്യമായും ദൈവിക വെളിച്ചം നമ്മളിൽ വീശുവാനും കാരണമായി തീരും. എന്നാൽ പലപ്പോഴും പലരും ചുമ്മാതെ അത് വായിച്ച് തീർക്കുക മാത്രമാണ് ചെയ്യുന്നത്. സങ്കീർത്തനം 1:2 ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, ദൈവവചനത്തിൽ സന്തോഷിക്കുക, ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യാവസ്ഥയായി വെളിപ്പെട്ടു വരും. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, ആയുസ്, ദൈവവചനം അംഗീകരിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. 119 സങ്കീർത്തനം 97 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. പിന്നെയും 119 സങ്കീർത്തനം 148 വാക്യത്തിൽ തിരുവചനം ധ്യാനിക്കുന്നതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കുന്നു. അതെ, തിരുവചനം ധ്യാനിക്കുന്നതിന് കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വശ്യത, അതിൻ്റെ ശക്തി അത്ര ബലമുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞ ഭക്തൻ അതിനെ ധ്യാനിക്കുവാൻ തയ്യാറാകുന്നു. എൻ്റെ ധ്യാനം ദൈവത്തിന് പ്രസാദമാകട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. അതെ, തിരുവചനത്തിൽ ധ്യാനിക്കുന്ന ഒരുവൻ യഹോവയിൽ എപ്പോഴും സന്തോഷിക്കുന്നവനായിത്തീരും. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം ഒരുക്കി തരുന്ന അവസരങ്ങൾ, സമയങ്ങൾ ഒക്കെ ദൈവസന്നിധിയിൽ ദൈവവചനത്തെ ധ്യാനിക്കുന്നവരായി, അത് ജീവിതത്തിൽ അംഗീകരിക്കുന്നവരായി, അത് നമ്മളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി വെളിപ്പെട്ടു വരത്തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.